Hello everyone, welcome to Nanan Academy. ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 20 GK സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. ഉത്തരം താർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. അടുത്ത ചോദ്യം, അറബിക്കടലിലെ എത്ര ദ്വീപുകൾ ചേർന്നതാണ് ലക്ഷദ്വീപ് സമൂഹം? അറബിക്കടലിലെ എത്ര ദ്വീപുകൾ ചേരുന്നതാണ് ലക്ഷദ്വീപ് സമൂഹം? ഉത്തരം 36 ദ്വീപുകൾ. അറബിക്കടലിലെ എത്ര ദ്വീപുകൾ ചേരുന്നതാണ് ലക്ഷദ്വീപ് സമൂഹം? 36 ദ്വീപുകൾ ചേർന്നതാണ് ലക്ഷദ്വീപ്. അടുത്ത ചോദ്യം, ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം ഏത്? ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം ഏതാണ്? ഉത്തരം പീഠഭൂമി. ഏത് ഭൂരൂപത്തെയാണ് ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്നത്? ഉത്തരം പീഠഭൂമി. പീഠഭൂമിനെയാണ് ടേബിൾ ലാൻഡ് എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. അടുത്ത ചോദ്യം, ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം. ഉത്തരം ഖൈബർ ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ഖൈബർ ചുരമാണ് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏത്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏത്? ഉത്തരം ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ബാരൻ ദ്വീപാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ബാരൻ ദ്വീപ്. ബാരൻ ദ്വീപാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. അടുത്ത ചോദ്യം, സാഗർ മാത എന്ന് നേപ്പാളിലും ചോമോലാങ്മ എന്ന് ടിബറ്റിലും അറിയപ്പെടുന്ന കൊടുമുടി ഏത്? സാഗർ മാത എന്ന് നേപ്പാളിലും ചോമോലാങ്മ എന്ന് ടിബറ്റിലും അറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? ഉത്തരം എവറസ്റ്റ് കൊടുമുടി. എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്നത് സാഗർ മാത എന്നാണ്. ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോലാങ്മ എന്നാണ്. സാഗർ മാത എന്ന് നേപ്പാളിലും ചോമോലാങ്മ എന്ന് ടിബറ്റിലും അറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? എവറസ്റ്റ് കൊടുമുടി. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടവും പൂർവഘട്ടവും കടന്നുപോകുന്ന ഏക സംസ്ഥാനം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും കടന്നുപോകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും കടന്നുപോകുന്ന ഏക സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും കടന്നുപോകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഉത്തരം ത്രികോണാകൃതി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയാണ് ഡെക്കാൻ പീഠഭൂമിക്കുള്ളത്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഉത്തരം ത്രികോണാകൃതി. അടുത്ത ചോദ്യം, ചെർണോസം, റിഗർ മണ്ണ് എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചെർണോസം അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം കരിമണ്ണ്. ചെർണോസം അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? കരിമണ്ണാണ്
ചെർണോസം അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഏപ്രിൽ പകുതിയോടെ കർണാടക കൊങ്കൺ തീരങ്ങളിൽ പെയ്യുന്ന മഴ അറിയപ്പെടുന്നത്? ഏപ്രിൽ പകുതിയോടെ കർണാടക കൊങ്കൺ തീരങ്ങളിൽ പെയ്യുന്ന മഴ അറിയപ്പെടുന്നത്? ഉത്തരം മാംഗോ ഷവർ. ഏപ്രിൽ പകുതിയോടെ കർണാടക കൊങ്കൺ തീരങ്ങളിൽ പെയ്യുന്ന മഴ അറിയപ്പെടുന്നതാണ് മാംഗോ ഷവർ. അടുത്ത ചോദ്യം, ഉഷ്ണകാലത്ത് പഞ്ചാബിൽ നിന്നും ബീഹാറിലേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഉഷ്ണകാലത്ത് പഞ്ചാബിൽ നിന്നും ബീഹാറിലേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിൻ്റെ പേരെന്താണ്? ഉത്തരം ലൂ. ഉഷ്ണകാലത്ത് പഞ്ചാബിൽ നിന്നും ബീഹാറിലേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. അടുത്ത ചോദ്യം, ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏതാണ്? മരനിരയല്ല, മലനിര ഏതാണെന്ന് വായിക്കുക. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര വിന്ധ്യപർവ്വതം. അടുത്ത ചോദ്യം, ഏത് ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഏത് ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം. ഏത് ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയം. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാലയം. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം ഏതാണ്? പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രം പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? രത്നാകര. പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. അടുത്ത ചോദ്യം, അസമിൽ ബർദോളി ചീർഹ എന്നറിയപ്പെടുന്നത് എന്ത്? അസമിൽ ബർദോളി ചീർഹ എന്നറിയപ്പെടുന്നത് നോർവെസ്റ്റർ. അസമിൽ ബർദോളി ചീർഹ എന്നറിയപ്പെടുന്നത് എന്താണ്? നോർവെസ്റ്ററിനെയാണ് അസമിൽ ബർദോളി ചീർഹ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കാപ്പിച്ചെടികൾ പൂവിടാൻ സഹായിക്കുന്നതിനാൽ ബ്ലോസം ഷവർ എന്നും അറിയപ്പെടുന്നത് എന്ത്? കാപ്പിച്ചെടികൾ പൂവിടാൻ സഹായിക്കുന്നതിനാൽ ബ്ലോസം ഷവർ എന്നും അറിയപ്പെടുന്നത് എന്ത്? മാംഗോ ഷവർ. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏവ? പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്. 20ാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി നിലകൊള്ളുന്ന മലനിര ഏത്? ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി നിലകൊള്ളുന്ന മലനിര പൂർവഘട്ടം. ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ. റിവൈസ് ചെയ്യുക. താങ്ക് യു.